സാനുമാഷ് പിന്നെ സാഹിത്യ നിരൂപകൻ, ചരിത്രകാരൻ തുടങ്ങി ധാരാളം മേഖലകളിൽ കേരളീയ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ്. അതിനേക്കാളെല്ലാം നമ്മൾ സാനുമാഷെ നോക്കിക്കാണുന്നത് കേരളത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇത്ര ധീരമായി ഇടപെടുന്ന വ്യക്തിത്വം എന്നുള്ളതാണ്. 90കളിലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോടൊപ്പം അരവിന്ദക്ഷൻ സാറിനോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. 90കളിലും കേരളത്തിൻ്റെ സാമൂഹിക പ്രശ്നങ്ങളിൽ, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ, മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ധീരമായി ഇടപെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാവം സൗമ്യഭാവമാണ്. ആ സൗമ്യഭാവത്തോടൊപ്പം തന്നെ കേരളത്തിൽ പലപ്പോഴും അപരവൽക്കരിക്കപ്പെടുന്ന ജനതയോടൊപ്പം, മനുഷ്യാവകാശങ്ങൾ നിരാകരിക്കപ്പെടുന്ന ജനതയോടൊപ്പം ധീരമായി നിലയുറപ്പിച്ച ഒരു വ്യക്തിത്വമാണ് സാനുമാഷ്. അതുകൊണ്ട് തന്നെ സാനുമാഷയുടെ വേർപാട്, അഭാവം കേരളീയ സമൂഹത്തിന് തീരാ നഷ്ടമാണ്. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അത്യപൂർവമേ നമ്മുടെ കൂട്ടത്തിലുള്ളൂ എന്നുള്ളത് കൂടി ചിന്തിക്കുമ്പോഴാണ് മാഷിൻ്റെ വേർപാട് വലിയ നഷ്ടമാണ് കേരളത്തിന് എന്ന് പറയേണ്ടി വരുന്നത്. സാനുമാഷ്ക്ക് ദീർഘകാലമായി പരിചയം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. എനിക്ക് 57 മുതൽ പരിചയമാണ്. 57 മുതൽ 60 വരെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അന്ന് മുതൽ ഒരു ഗുരുനാഥനെ പോലെയാണ്. കാരണം ഞങ്ങൾക്കൊക്കെ എപ്പോഴും എവിടെയും അദ്ദേഹത്തോട് എന്തിനെക്കുറിച്ചും, പ്രത്യേകിച്ചും എന്തിനെക്കുറിച്ചും സംശയങ്ങൾ ചോദിച്ചാൽ റെഡി റെക്കണർ പോലെയാണ്. അല്ലെങ്കിൽ പറയും, അരവിന്ദാക്ഷ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരും. 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആൻസറാണ്. അപ്പോൾ ആരെയും ഏതെങ്കിലും തരത്തിൽ സഹായിക്കാത്ത ഒരാളും കൊച്ചി നഗരത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ സാനുമാഷ് തമാശ പറയുന്നതിന് രസികനാണ്. ഒരു SNDPയുടെ ഒരു ജേർണൽ ഉണ്ടായിരുന്നു, സാനുമാഷ് ഇത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്കൊന്ന് പോകണമല്ലോ മാഷേ. വഴിയൊക്കെ പറഞ്ഞുതരാം, പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, സന്ധ്യ കഴിഞ്ഞേ അങ്ങോട്ട് പോകാനൊക്കൂ. അതെന്താ മാഷേ? എൻ്റെ വീടിൻ്റെ പേര് സന്ധ്യ എന്നാണ്. അപ്പോൾ ഞാൻ ചെന്നു. സന്ധ്യ കഴിഞ്ഞ അടുത്ത ജംഗ്ഷനാണ് ഈ പറഞ്ഞ ജംഗ്ഷൻ, യോഗനാഥത്തിൻ്റെ ഓഫീസ്. ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ ആ അവതരണ രീതി ഒരു കുഴപ്പവും ഇതേ ഉള്ളൂ, സന്ധ്യ കഴിഞ്ഞ് പോകാറുള്ളൂ. അപ്പോൾ അത് അവസാന കാലം വരെ ആ ഒരു തമാശ ആ മനുഷ്യൻ്റെ എന്താ പറയുക, ശൈലിയുടെ ഒരു ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ ഒരു പത്രത്തിൽ വായിച്ചു, അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ പറഞ്ഞത്, പഠിക്കുന്ന കാലത്തും അതിന് ശേഷവും ആര് എപ്പോൾ മീറ്റിംഗ് ഉണ്ട് പ്രസംഗിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ആരാണ് വന്നത്, എന്താണ് വിഷയം, എവിടെയാണ് പോകേണ്ടതെന്നും ഒരു പ്രശ്നമില്ല, ഉടനെ ഇറങ്ങിത്തിരിക്കുകയാണ്, സമയവും നോട്ടമില്ല. അമ്മ ഒരിക്കൽ പറഞ്ഞു അത്രേ, അവനൊരു ആൺകുട്ടിയായി നന്നായി, പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതിനെ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ആ സമയത്തൊക്കെ ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാൽ അന്നത്തെ സമൂഹം എങ്ങനെ അതിനെ കാണും. അപ്പോൾ അങ്ങനെയാണ് സാനുമാഷ് ഒരു വിഷയം എന്താണെന്ന് ചോദിക്കില്ല, വാഹനത്തിൽ കയറി ഇതെന്താ ടോപ്പിക്ക്, ഞാൻ തന്നെ പലപ്പോഴും പിടിച്ചുകൊണ്ട് വരും. പക്ഷേ വിഷയമൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്ത് വിഷയത്തെക്കുറിച്ചും എപ്പോഴും ആധികാരികമായി 10 വാക്കെങ്കിലും പാചകമെങ്കിലും പറയാൻ വ്യവഹാരമായ കഴിവാണ്. അത് ഈ ഗുരുനാഥൻ എന്ന നിലയിൽ സാനുമാഷെ പരിചയമുള്ളവരെല്ലാം ആ രീതിക്ക് കാണും.